വിപ്ലവം ജ്വലിച്ച ഒരു നാടാണിത്. വീരേതിഹാസങ്ങൾ രചിച്ചൊരു മണ്ണ്. ഇത് കുട്ടനാട്. ഭൂപ്രഭുക്കന്മാരുടെ ചൂഷണത്തിനെതിരെ, അധികാരവർഗത്തിന്റെ കാട്ടാള നീതിക്കെതിരെ വാരിക്കുന്തം കയ്യിലെടുത്ത കർഷക തൊഴിലാളികളുടെ നാടാണിത്. കമ്മ്യൂണിസം കൊടിപാറിച്ചിരുന്ന നാട്. അവകാശ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ച കർഷക തൊഴിലാളികളുടെ ചോര വീണ് ചുവന്ന ഈ കുട്ടനാട്ടിൽ പോയ കാലത്തിന്റെ സമരസ്മരണകളുമായി പാട്ടുപാടി പടനയിച്ച ഒരു ഗായിക ഇവിടെയുണ്ട്. പി.കെ. മേദിനി എന്ന ഈ വിപ്ലവ ഗായിക. വിപ്ലവ മണ്ണിൽ കുരുത്ത ഇവരുടെ കഥ ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടിയാണ്. സമര ഇതിഹാസങ്ങളുടെ ചരിത്രം കൂടിയാണ്. എൻ്റെ അച്ഛനൊരു ബാർബർ തൊഴിലാളിയായിരുന്നു. ഞങ്ങൾ അതിൽപ്പെട്ടതാണ്. ഈഴവാത്തി സമുദായം എന്ന് പറയും. തൊഴിലതായിരുന്നെങ്കിലും അച്ഛൻ സ്വല്പം കൂടെ ഉയർന്ന് ചിന്തിക്കുന്ന, അന്നത്തെ കൗമുദി പത്രം വായിക്കുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ. അമ്മ ശരിക്കും അമ്മാനെ പാട്ട് പാടുമായിരുന്നു. ഇങ്ങനെ അമ്മാനൊക്കെ മൂന്ന് അമ്മാനായിട്ട് 2 കൈ കൊണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണങ്ങൾക്കൊക്കെ പോയി പാടിയിട്ട് അമ്മ വരുന്നതും അതൊക്കെ എൻ്റെ കൊച്ചുനാളിലെ ഓർമ്മയാണ്. ഞാൻ ചെറിയ സിനിമാ ഗാനങ്ങൾ, ഷാർങ്ങോണി എൻ്റെ ആങ്ങള ഉദയാസുരുടെ ഇപ്പം ഇടപെട്ട് പോയ എൻ്റെ പ്രിയപ്പെട്ട ആങ്ങളെയാണ് എന്നെ ഒരുപക്ഷെ ഇങ്ങനെ ആക്കാൻ തന്നെ കാരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നാളിലെ ഈ തമിഴ് സിനിമ കാണാൻ എന്നെ കൊണ്ടുപോകും. അങ്ങനെ തമിഴ് സിനിമകളിൽ നിന്നുള്ള കൊച്ചു കൊച്ചു ട്യൂണുകളൊക്കെ കേട്ടാണ് പാട്ടിൻ്റെ ഒരു കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാരി എന്നുള്ള പഴയ ത്യാഗരാജഭാഗരുടെ പാട്ടുകൾ. അതൊക്കെയാണ് കൊച്ചുനാളിൽ എൻ്റെ പാട്ട്. വീട്ടിലെ കഷ്ടപ്പാടും വിഷമങ്ങളും തന്നെ മനസ്സിനെ പട്ടിണി, വിഷമം, പിന്നെ ജാതി ചിന്തകൾ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് രാജവാഴ്ചയുടെ കാലമാണ്. തിരുവിതാംകൂർ ശ്രീ തിരുനാൾ മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ട് സ്കൂളിൽ പാടുന്ന ഞാനാണ്. പക്ഷെ ഒരു 12 വയസ്സായപ്പോൾ സംഗതികൾ മാറുന്നു. രാജവാഴ്ച അവസാനിപ്പിക്കണം, ദിവാൻ ഭരണം അവസാനിപ്പിക്കണം, പ്രായപൂർത്തിയോട്ടവകാശം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്കുള്ള സമര പോരാട്ടത്തിൻ്റെ കാലഘട്ടം. ഏറ്റവും സന്തോഷം എനിക്ക് ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന പി. കൃഷ്ണപിള്ളയെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ദിവാൻ നിരോധിക്കപ്പെട്ടൊരു പുസ്തകത്തിൻ്റെ ഒരു പ്രതി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞത്, നിനക്കിരിക്കട്ടെ, നിനക്ക് എനിക്ക് 12 വയസ്സേ ഉള്ളെന്ന്, ഈ ബാക്കി പുസ്തകങ്ങളെല്ലാം ഒന്ന് കൊണ്ടുപോയി ഒളിവിൽ കടത്തണം. അതൊക്കെ കൊച്ചു മനസ്സിൽ എനിക്ക് പ്രേരിതമായ കാരണങ്ങളാണ്. പിന്നെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നു. എൻ്റെ സഹോദരൻ ആദ്യമായിട്ട് പതാകയെക്കുറിച്ചൊരു പാട്ട് പാടുന്നത് ഞാൻ കേട്ടു. ഇ.കെ. ബാവ. ഇതാണ്: ജയിപ്പുതാകെ രക്തപതാകെ ജയിക്കമേന്മേൽ വിജയപതാകെ ആരുടെ കൈകളിൽ കൂവിനെയെല്ലാം വിഭവസമർത്ഥമതാക്കി തീർത്ത്. ആദ്യം വിപ്ലവഗാനം എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഞാനതാണ്. എനിക്കതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. എനിക്ക് വല്ലാതെ എന്നെ ആകർഷിച്ചൊരു പാട്ടാണ്. അങ്ങനെയാണ് 12 വയസ്സുള്ളപ്പോൾ ദിവാൻ ഭരണത്തിനെതിരെയുള്ള പാട്ടുകൾ പാടാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. എ.കെ.ജിയും എമ്മനും ടി.വിയും സൂൺ സാറും പൊന്നൂസും എം ഗോവിന്ദനും അങ്ങനെ തുടങ്ങുന്ന ഒട്ടേറെ നേതാക്കന്മാരുടെ പ്രസംഗത്തിനിടയിൽ എൻ്റെ പാട്ട് പാടാനുള്ള ഒരുപാട് അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി പാടി തുടങ്ങുന്ന കാലത്ത് എന്താണ് കമ്മ്യൂണിസം എന്നൊന്നും മേദിനിക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ 12 വയസ്സുകാരി കുട്ടിക്ക് ആർക്കെതിരെ എന്തിനു വേണ്ടിയാണ് ഗാനങ്ങൾ ആലപിക്കുന്നതെന്നും അറിയില്ല. അറിയാവുന്ന കാര്യം പാട്ടുപാടിയാലേ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് കഴിക്കാനാകൂ എന്നത് മാത്രമായിരുന്നു. മേദിനി പാടി പട്ടിണിയെ പടികടത്താൻ പിന്നെയും ഒരുപാട് പാട്ടുകൾ. 6ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ ഫീസ് കൊടുക്കണമായിരുന്നു. 15 ഏക്കറും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ 2 മാസം ഞാൻ ടീച്ചേഴ്സിനെയൊക്കെ സോപ്പിട്ട് കയറി. അന്ന് 15 ഏക്കറുമാണ്. യാതൊരു നിവൃത്തിയില്ല. 4 സഹോദരന്മാരോ അച്ഛനോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സമരമൊക്കെ ആയി ബന്ധപ്പെട്ട് അമ്മയുടെ മരണം, അമ്മ മരിച്ചുപോയി. എൻ്റെ 12 വയസ്സിൽ അമ്മ മരിക്കുന്നു. ആങ്ങളമാർ പലരും ഒളിവിൽ, അച്ഛനും ഒരാങ്ങളെയും മാത്രം പുറത്തുണ്ട്. അപ്പോൾ വീട്ടിൽ അരി വയ്ക്കാനും കൂടെ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ 15 ഏക്കറും കൊടുത്ത് അയക്കാമായിരുന്നു. ഞാനിപ്പോഴും അത് ഓർക്കുന്നു. പക്ഷെ അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു, പ്രായമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല. 15 ചക്രം ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല. അത് 4 കുട്ടികളെ പറഞ്ഞു വിട്ടതിൽ ഒന്നാണ് ഞാൻ. വിശപ്പും ജീവിത വിഷമമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പാടി വന്ന ഭക്ഷണം കിട്ടും, ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവാത്സല്യങ്ങൾ, വലിയ നേതാക്കന്മാരുടെ ഇടയിൽ, അതൊക്കെ ഒരു കൊച്ചുനാളിൽ എന്നെ ആകർഷിച്ച കേസാണ്. മികച്ച പാട്ടുകാരി എന്നതുപോലെ തന്നെ നല്ല അഭിനേത്രിയുമായിരുന്നു മേദിനി. പ്രശസ്ത സിനിമാ തിരക്കഥാകൃത്തായിരുന്ന സാരംഗപാണിയുടെ ഈ സഹോദരിക്ക് അഭിനയവാസന ജന്മസിദ്ധമായിരുന്നു. ജ്യേഷ്ഠന്റെ അനുഗ്രഹ ആശസ്സുകളോടെയാണ്
മേദിനി അഭിനയം തുടങ്ങുന്നത്. പാടിയും അഭിനയിച്ചും പ്രശസ്തിയിൽ നിൽക്കുന്ന കാലത്താണ് ഈ കലാകാരിയുടെ കൈകളിൽ നിയമത്തിന്റെ കൈവിലങ്ങ് വീഴുന്നത്. അധികാരത്തിന്റെ കാട്ടാള നീതിയുടെ കൈവിലങ്ങ്. ഞാൻ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി, അങ്ങനെ തന്നെ അവസാനിച്ചു. അച്ഛനും വ്യത്യസ്തമായി ഫീൽഡ് വിട്ട് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെന്നല്ലാതെ അതുമായിട്ട് അങ്ങനെ ബന്ധമില്ല. പക്ഷേ കലാസംസ്കാര രംഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ് സിനിമയും ഹിന്ദി സിനിമയും എല്ലാം കൊണ്ട് കാണിച്ചു പാട്ട് കേൾപ്പിക്കാനും. അച്ഛൻ തന്നെ പാട്ട് എഴുതുമായിരുന്നു. ഇതെന്തിനാണ് ഹിന്ദു മുസ്ലിം മത്സരം എന്നുള്ള ഈ ഹിന്ദി സിനിമയുടെ ട്യൂണിൽ പാട്ടെഴുതി അച്ഛൻ്റെ ആദ്യ വൈഫായിരുന്ന മീനയായിട്ട് ഞങ്ങൾ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ തന്നെയാണ് കമ്പോസ് ചെയ്യുന്നത്, എല്ലാം ഡാൻസ് കമ്പോസ് ചെയ്യുന്നത്, നാടകം എഴുതുന്നത്. അച്ഛൻ നാടകം എഴുതുന്നതിന് മുമ്പ് തന്നെ പിന്നെ മറ്റ് നാടകങ്ങളിൽ ഞങ്ങൾ അഭിനയിപ്പിക്കാൻ വിടുമായിരുന്നു രണ്ടുപേരും. അത് ഞങ്ങൾ നൃത്തമൊക്കെ അഭ്യസിക്കുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു വഴികാട്ടിയാണ്. പിന്നെ തയ്യൽ മിഷൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് അച്ഛൻ ആദ്യ കവിതകൾ എഴുതുന്നത്. മഴ ഇങ്ങനെ ചോർന്നൊലിക്കുന്ന ആ മിഷൻ ഇങ്ങ് മാറ്റിയിട്ടിട്ട് അതിൻ്റെ പുറത്തിരുന്ന് ഈ കാണും പാടങ്ങൾ നമ്മൾ തൻ കൈകളാൽ തീർന്നതോ, പാടുപെട്ടു പാടത്തിൽ പണിയെടുക്കും പട്ടിണിക്കാർ. ഇതൊക്കെ അച്ഛൻ്റെ കവിതയാണ്. പിന്നെ എനിക്ക് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, വിശപ്പ്, ഞങ്ങൾ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ ഒരുപാട് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ പോകാനൊക്കെ എന്ന് ചോദിച്ചു എന്നോട്. എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഒരു നാടകത്തിന് 20 രൂപ കിട്ടുമായിരുന്നു. കലാമംഗലം സ്ഥാനത്തിൻ്റെ സന്ദേശ നാടകം. അവരിങ്ങനെ ഒരാളെ തിരക്ക് നടക്കുക, സ്റ്റേജിൽ പാടണം, അത്രയേ ഉള്ളൂ. വലിയ ഇത്തിരി നാടകക്കാരിയാണെന്ന് തോന്നുകയും വേണം. അങ്ങനെ വീട്ടിൽ വന്നു അച്ഛന് എന്നെ കൊണ്ട് പോയൊരു കഥ ഞാനിപ്പോഴും ഓർക്കുന്നു. പോകുന്ന വഴി എന്നോട് പറഞ്ഞു, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കേസാണ് എന്നെ ഇങ്ങനെ ഒരു നാടകത്തിൽ കൊണ്ട് അഭിനയിക്കുന്നത്, പക്ഷെ നമ്മുടെ ജീവിതം വിഷമമാണ്, വീട്ടിൽ പട്ടിണിയും പ്രയാസങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാടകത്തിന് പോയി 200 നാടകങ്ങളിൽ ഞാൻ അവതരിപ്പിച്ചു. കലാമംഗലം സ്ഥാനത്തിൻ്റെ നായികയായിട്ടായിരുന്നു കഥ. ആ നാടകത്തിൽ അച്ഛൻ നിങ്ങളുടെ ഈ ഡാൻസ് കയറ്റിയിട്ടു. അദ്ദേഹം ജന്മിയായിട്ടും ഞാൻ കർഷകസ്ത്രീയായിട്ടും 208 നാടകങ്ങൾ ബുക്ക് ചെയ്തു. 200 നാടകങ്ങളിലും ഈ പരിപാടി വരും ഭയങ്കര ക്ലാപ്സാണ്. കരുതാപ്പള്ളി സൈഡിലൊക്കെ 2 പേർക്കും പൂമാലയൊക്കെ തന്നെ ഞാൻ ഓർക്കുന്നു. 8 നാടകം നടക്കുന്ന സമയത്ത് അന്ന് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പറഞ്ഞ് പ്രൊഫഷണൽ നാടകത്തിൽ പോകണ്ട, നമുക്ക് ഇവിടെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ വരണം, തിരിച്ചു പോരാൻ പറഞ്ഞു. അങ്ങനെ കലയോട് ഞാനൊരു ചതി ചെയ്ത് 8 നാടകമുള്ളപ്പോൾ ഞാൻ പോന്നു. പക്ഷേ ജീവിതത്തിനകത്ത് നമുക്കൊരു അത്താണിയായിരുന്നു ആ വരുമാനം.